നമ്മുടെ വൺ പീസിലെ സോറോയും എയ്സും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നത്? കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ 18ഓളം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു സോറോ വേഴ്സസ് എയ്സ് ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സോറോയും എയ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നതെന്നാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എയ്സിന്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറാ നോമി അഥവാ ഫ്ലെയിം എന്ന ലെവൽ എബിലിറ്റീസും കോൺഗ്രസ് ആക്കി ആർമർ ആക്കി പ്ലസ് ഒബ്സർവേഷൻ ആക്കി നമ്മുടെ എയ്സിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എയ്സിന് ഈ ഒരു 3 ടൈപ്പ് ഓഫ് ആക്കിയും മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇനി നമ്മുടെ സോറോയെ നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് കോൺഗ്രസ് ആക്കി ഒബ്സർവേഷൻ ആക്കി ആർമർ ആക്കി നമ്മുടെ സോറോയ്ക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സ്ട്രീം ഡ്യൂറബിലിറ്റിയും ഹൈ സ്പീഡ് ആൻഡ് റിഫ്ലക്സും നമ്മുടെ സോറോയ്ക്ക് ഉണ്ട്. ഇനി അവൻ്റെ അഡ്വാൻസ് ഷോട്ട് ടെക്നിക്ക് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒനിഗിരി, ഡ്രാഗൺ ടിക്സ്ചർ, കിങ് ഓഫ് എല്ല്, ഫോക്സ് ഫയർ എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സോറോയ്ക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോക്സ് ഫയർ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മുടെ എയ്സിന്റെ ഫയറിനെ തന്നെ സോറോയ്ക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഫോക്സ് ഫയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കറന്റ് ഉള്ള സോറോ ആയിട്ടാണ് നമ്മുടെ എയ്സ് ഫൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സോറോ ആയിരിക്കും ഈ ഒരു ഫൈറ്റിൽ വിൻ ചെയ്യാനായിട്ട് പോകുന്നത്.